രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കടയിലോട്ടൊക്കെ പോകണമായിരുന്നു. സാധാരണ ഞാനും പിള്ളേരും കൂടി നടന്ന് കടയിലോട്ട് പോവാണ്. പക്ഷെ ഇന്ന് മടിച്ചങ്ങനെ ഇരുന്നു. അപ്പോൾ രാത്രി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു. അങ്ങനെ രാത്രി കടയിലോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ. നാളത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വീടിനടുത്തുള്ള കടയിലോട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ഇത് തവളേനെ കണ്ടിട്ടാ. അതാണ് അവർ പിടിക്കാനായിട്ടൊക്കെ നിൽക്കണത്. രണ്ടുപേർക്കും പേടിയാണെങ്കിൽ അവർ തവളേനൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ നിന്നതാണ്. ചാടി ചാടി ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ നല്ല രസമല്ലേ. അതും കുഞ്ഞിത്തവളയായിരുന്നു കേട്ടോ. അങ്ങനെ തവളയായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ നടന്നാണ് പോണത്. ഓട്ടോ എടുത്തില്ല, ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അടുത്തല്ലേ, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നടന്നു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നൊക്കെ പോവാണ്. മില്ലൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല, ടൈം ആവണേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ കുരിശുപള്ളി, അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ നടന്നു. അപ്പയും മുന്നൂസും കൂടി ആദ്യം ഇങ്ങോട്ട് നടന്നു. അതിനുശേഷം ബാക്കിൽ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തോട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടാ. മെയിനായിട്ട് പാലാണ് മേടിക്കാനുണ്ടായിരുന്നത്, സൊസൈറ്റി പാല്. ഞാൻ വന്നപ്പോൾ തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ സൊസൈറ്റി പാൽ ഉണ്ടായിരുന്നു. അങ്ങനെ സൊസൈറ്റി പാൽ എടുത്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പയും പിള്ളേരൊക്കെ കൂടി എൻ്റെ കളറിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടുന്ന് കളർ ബുക്കും കളറടിക്കാനുള്ള പെയിൻറ്റൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവരെടുക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. എന്തെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കണല്ലേ, എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ആഡംബരമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഈ പ്രാണി മറ്റേ ലൈറ്റ് ഉള്ളപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ ആ പ്രാണി പോവുള്ളൂ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നല്ല റോബസ്റ്റ പഴം, അത് നാടനായിരുന്നു, അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ പൊന്നൂസിന് പഠിപ്പിക്കാനായിട്ട് പാലപ്പാടം എന്ന് പറയുന്നൊരു ബുക്ക് മേടിച്ച്. പിന്നെ നല്ല മാമ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ മാമ്പഴം അങ്ങോട്ട് മേടിച്ചു. നല്ല മധുരമുള്ള ഒരു തവണ മേടിച്ചതാണ് കേട്ടോ, അപ്പോൾ നല്ല മധുരം, അപ്പോൾ വീണ്ടും മേടിച്ചു. പിന്നെ ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു ഇതാണ് കേട്ടോ, എനിക്കിഷ്ടമാണത്. അതുകൊണ്ട് കണ്ടപ്പോഴത്തേക്കും പുതിയ ബോക്സ് വന്നതാണ്. ഉദ്ഘാടനം ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു. 10 അങ്ങോട്ട് നിരത്തി മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനം മാത്രം മേടിച്ചിട്ട് ആ ഇരുട്ടി കൂടി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ, ഓവറായിട്ട് വെട്ടമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇരുട്ടൂത്തിയിരിക്കണത്. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കും പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പടമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ആദ്യമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ ആദ്യം ഒന്ന് നോക്കുമല്ലോ, അങ്ങനെ നോക്കിയതാണ്. പിന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിച്ചണിലോട്ട് വന്നു. ഇത് നാളത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ. നെയ്യും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ നാളെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പ്ലാൻ. എല്ലാ ദിവസവും ഈ ചോറല്ലേ, പിന്നെ അല്ലെങ്കിൽ ദോശയൊക്കെ ആയിരിക്കും. അപ്പോൾ നാളെ എന്തായാലും ഉപ്പുമാവ് തിന്നാനൊരു കൊതി, ഉപ്പുമാവും പഴമൊക്കെ ഇട്ട്. അങ്ങനെ ഉപ്പുമാവിൻ്റെ സംഭവമൊക്കെ റെഡിയാണ്, നാളെ രാവിലെ ഉണ്ടാക്കും. പിന്നെ മുട്ട, ഇപ്പോൾ രാത്രിത്തേക്ക് കുറച്ച് മുട്ട ഒന്ന് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചോറാണ് കേട്ടോ. ചോറൊക്കെ സന്ധ്യയൊക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തുള്ള പുതിയ ചോറും അപ്പുറത്തുള്ളത് ഉച്ചത്തെ ഇച്ചിരി ബാക്കി വന്ന ചോറാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി തിളപ്പിച്ച് ഊറ്റിയതാണ്. അങ്ങനെ മുട്ടക്കൊക്കെ കലക്കി വെച്ചു. മുട്ട ചിക്കി ഇങ്ങനെ വറുക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ഇച്ചിരി പച്ചമുളകും സവാളയും ഒക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഇത് കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനാണ് പ്ലാൻ. അങ്ങനെ ആക്കിയെടുത്തു. എന്നിട്ട് ചോറ് കഴിക്കാനാണ് പോണത്. അപ്പോൾ ഉച്ചത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അത് തികയൂല. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുട്ട ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇവിടെ, മഴയും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ചൂടോടെ മുട്ട പൊരിച്ചതൊക്കെ തിന്നാനായിട്ട് ഒരു കൊതി. അപ്പോൾ സൈഡിൽ ഇരിക്കട്ടെ ഭംഗിക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയും കൂടി ചിക്കി വറുക്കുകയാണ്. ഇപ്പോൾ രാത്രിത്തെ സ്പെഷ്യലൊക്കെ കൂടി കാട്ടിയേക്കാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് രാത്രി സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അവിടെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് ഉച്ചത്തെ തക്കാളി വാട്ടിയതാണ് കേട്ടോ. അത് ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തതാണ്. പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയറും ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് രാത്രി ഇങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാത്രി ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പുന്നതിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ചോറ് വിളമ്പാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോറിന് കറി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി കുത്തരി ചോറുണ്ട്, അച്ചിങ്ങപ്പയറുണ്ട്, അതേ തക്കാളി വാട്ടിയതുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഇങ്ങനെ ചിക്കി ചെയ്ത്, മുട്ട കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് അതായത് സവാളയൊക്കെ ഇട്ട് ചിക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലെ സ്പെഷ്യൽ. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് വേഗം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ചോറൊക്കെ കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാനൊക്കെ നോക്കുക. കാരണം മഴയൊക്കെയാണ്, എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് മഴ പെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ഇടിവെട്ടിയൊക്കെ മഴ പെയ്തായിരുന്നു. അതേപോലെ ഇന്നും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അപ്പയും മക്കളും കൂടി കളറൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ആദർശിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കളറിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
അപ്പോൾ പുള്ളി നല്ല അടിപൊളിയായിട്ടൊക്കെ കളറ് അതല്ല പടമൊക്കെ വരക്കും. അപ്പോൾ ഇതാ അവിടെ ഇരുന്നിട്ടുണ്ട്, വെട്ടമൊക്കെ ഇട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവരും കൈയിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ പേടിപ്പിച്ചൊന്ന് ഇരുത്തിയൊക്കെയാണ്. അപ്പോൾ ആയുഷ് വരക്കാനായിട്ട് പോവുകയാണ്. എന്തോ മനസ്സിലുണ്ട് പുള്ളിക്ക്. അപ്പോൾ വരക്കട്ടെ അവിടെ ഇരുന്ന്. അപ്പോൾ ഞാനിവിടെ ചുമ്മാ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പുള്ളി വരച്ച 2 പടം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഒന്ന് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. കുറച്ച് നാളായത് വരച്ചിട്ട്. അത് മതിലാണ് വരച്ചേക്കണത്, ഭിത്തിയിലാണ് വരച്ചേക്കണത്. അപ്പോൾ അതേ മാതാവും ഉണ്ട്, ഈശോയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പടങ്ങളാണ്. ഇവിടെ ഭയങ്കര ശല്യമാണ്. ഞാൻ മുറ്റത്തിരുന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കണത്. അപ്പോൾ ഭയങ്കരമായിട്ട് ശല്യമാണ് ചീവീടിൻ്റെയും പിന്നെ തവളയൊക്കെ കരണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രയും വേഗം ഞാൻ ഡബ് ചെയ്തിട്ട് അകത്തോട്ട് കയറട്ടെ. അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും സേഫായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ.